അമീർ ഖാൻ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെറും അയാളെ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെയാണ് ആക്കിയിരിക്കണം. അതുപോലെ റോളക്സിന്റെ ഒക്കെ അടുത്തുകൂടെ പോലും അമീർ ഖാൻ വെറും ബോറിംഗ് ആണ് ആ സിനിമയിൽ. രജനീകാന്തിന്റെ കാലിലാണ് കിടക്കണം അമീർ ഖാൻ. ഡീഗ്രേഡ് അതിന് കാരണമുണ്ട്. ഒരു ചെറിയ കഥയെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരും 3 മണിക്കൂർ പടമാക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. ഞാനൊരു എക്സ്പെക്ടേഷൻ വെക്കാതെ പോയി കണ്ടത്, അപ്പം എനിക്ക് തോന്നിയില്ല. ഇല്ല കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ നല്ല പടമാണ്. പിന്നെ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല, എല്ലാ അടിപൊളി പടത്തിൽ കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. ഞാനൊരു എക്സ്പെക്ടേഷൻ വെക്കാതെ പോയി കണ്ടത്, അപ്പം എനിക്ക് തോന്നിയില്ല. കൊള്ളാം, സിനിമ കൊള്ളാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. പിന്നെ ഫ്ലാഷ് ബാക്ക് പോർഷനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇടയിൽ ഒരു ചെറിയ കഥയെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരും 3 മണിക്കൂർ പടമാക്കി. കണ്ടോണ്ടിരിക്കും, കുഴപ്പമില്ല, ഭയങ്കര പ്രശ്നമൊന്നുമില്ല. ഈ ഫ്ലാഷ് ബാക്ക് പോർഷൻ അടിപൊളി, കുഴപ്പമില്ലായിരുന്നു. പടം ആവറേജ് ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും പടം എനിക്ക് ഭയങ്കര മോശമായിരുന്നു. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ അമീർ ഖാനെ വെറുതെ ഒരു ആവശ്യമില്ലാതെയാണ് അമീർ ഖാനെ കൊണ്ടുവന്നിട്ടുള്ളത്. അമീർ ഖാൻ വെറും എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു റോളക്സിനായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അതുമല്ല ഒരു അമീർ ഖാൻ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെറും അയാളെ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെയാണ് ആക്കിയിരിക്കണം. അതുമല്ല റോളക്സിൻ്റെ ഒക്കെ അടുത്തുകൂടെ പോലും അമീർ ഖാൻ വെറും ബോറിംഗ് ആണ് ആ സിനിമയിൽ. ബോറിംഗ് എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ അമീർ ഖാൻ മറന്നെന്നും പറഞ്ഞൊക്കെ ഇരിക്കും, പക്ഷേ രജനീകാന്തിൻ്റെ കാലിലാണ് കിടക്കണം അമീർ ഖാൻ. അങ്ങനെയാണ് അമീർ ഖാൻ്റെ ഒരു രീതിയും നടപ്പുമൊക്കെ. അതുകൊണ്ടാണ് റോളക്സ് എന്ന് പ്രതീക്ഷിച്ചത് വെറും ഒരുമാതിരി ആക്കി കളഞ്ഞു. റോളക്സ് പ്രതീക്ഷിച്ചത് ഒരുമാതിരി ആക്കി കളഞ്ഞു. സിനിമ മൊത്തത്തിൽ ആവറേജ് എന്നും പറയാൻ പറ്റും, അതിലും മോശമാണ്. സീരിയൽ അങ്ങനെ പറയാൻ പറ്റില്ല. ലോകേഷ് ഇത് ചെയ്തെന്ന് പോലും നമുക്ക് മനസ്സിലാവും. ലോകേഷിൻ്റെ മാസ്റ്ററും വിക്രമൊക്കെ വെച്ച് നോക്കി ഇതൊക്കെ ഒന്നും അല്ല. ലോകേഷ് സീരിയൽ എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, നമുക്ക് കണക്ട്. ഏറ്റവും കൂടുതൽ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ശ്രുതി ഹാസനാണ്. ശ്രുതി ഹാസനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റൂല. അത്രയ്ക്കും അങ്ങ് ആ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉപേന്ദ്രയും സൗബിനും. ഉപേന്ദ്രൻ്റെ ഒരു എൻട്രിയൊക്കെ അതിലാണ് നമ്മളൊന്ന് കൂവേം ചാടയൊക്കെ ചെയ്തത്. ഉപേന്ദ്രൻ്റെ എൻട്രി നാഗാർജുന അത്യാവശ്യം അഭിനയിച്ചിട്ടുണ്ട്. ഉപേന്ദ്രൻ്റെ എൻട്രി പിന്നെ സൗബിനും കൊള്ളായിരുന്നു. സൗബിൻ കയറി മാസായിരുന്നു സൗബിൻ. ഡീഗ്രേഡ് അതിന് കാരണമുണ്ട്. കാരണം നമ്മൾ നോർമലി സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അല്ലാതെ നമ്മൾ ഈ ലോകേഷ് കനകരാജ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഹൈപ്പ് കൂട്ടുന്നത്. ഈ വിക്രവും മാസ്റ്റർക്ക് ലോകേഷ് കനകരാജ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഹൈപ്പ് വരുന്നത്. അത് അവർ ഹൈപ്പ് കൊടുത്തെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൈപ്പ് പറഞ്ഞത് അതിന് വെറുതെ ഇതാക്കി വിക്രമൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അതുമല്ല ലോകേഷ് പറഞ്ഞ ഇൻ്റർവെല്ലിൽ നമ്മൾ എണീറ്റ് ഇന്ന് കൂന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശരിയായിരുന്നു. തോന്നില്ല. കൈദിയൊക്കെ അധികം ലോ ബഡ്ജറ്റ് ആയിരുന്നെങ്കിലും നമ്മളൊക്കെ കണ്ടിരിക്കും ബ്രോ. ഇത് ഹൈ ബഡ്ജറ്റ് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് തിയേറ്ററിൽ ഇപ്പം വാർ 2 ആയിട്ടാണ് ഇത് ക്ലാഷ് വന്നിരിക്കുന്നത്. വാർ 2 മോശം എന്നൊക്കെയാണ് പറയണത്. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഓടും ഇത്ര തന്നെ.